കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടെന്ന ചർച്ചകൾ മാധ്യമ സൃഷ്ടികൾ മാത്രമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടെന്ന CPM നെറേറ്റീവാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. എല്ലാം ജനം ചിരിച്ചു തള്ളി. UDFന്റെ 140 സ്ഥാനാർത്ഥികളും പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. LDFനും NDAയ്ക്കും പല മണ്ഡലങ്ങളിലും ഇപ്പോഴും സ്ഥാനാർത്ഥികളില്ലെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. UDF സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. എല്ലാവരും നോമിനേഷൻ കൊടുക്കുന്ന തിരക്കിലാണ്. മിക്കവാറും സ്ഥലങ്ങളിലെ കൺവെൻഷനുകളാണ്, തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളാണ്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ തിങ്കളാഴ്ച 5-6 തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളുണ്ട്. എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, വിവിധ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. വോട്ടർ പട്ടികയിൽ നന്നായി പേര് ചേർത്തിട്ടുണ്ടായിരുന്നു. SIR പ്രക്രിയയിൽ നല്ല പങ്കാളികളായിരുന്നു. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള മുന്നൊരുക്കം UDF പ്രവർത്തകർ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും നടത്തിയിട്ടുണ്ട്. മിഷൻ 26 ഞങ്ങൾ 1 വർഷം മുമ്പ് ആരംഭിച്ചതാണ്. അത് വളരെ ഫലപ്രദമായി നമ്മുടെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിലാണ്. ഈ സർക്കാരിന്റെ താഴെ ഇറക്കണമെന്ന വാശിയോടുകൂടി ജനങ്ങൾ നിൽക്കുമ്പോൾ അവരുടെ കൂടെ നമ്മുടെ പ്രവർത്തകരെല്ലാവരും ഉണ്ടാകും. ഈ സർക്കാരിന്റെ ദുർഭരണം ജനജീവിതത്തെ എത്രമാത്രം ദോഷകരമായി ബാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ച. 12 മാസക്കാലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം ഈ കേരളമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും ഈ വിലക്കയറ്റം കുറച്ചുകൊണ്ടുവരാൻ എന്ത് നടപടിയെടുത്തു? ജനങ്ങൾ പൊറുതിമുട്ടിയാണ് വിലക്കയറ്റം കൊണ്ട്. അപ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു സർക്കാരിന്റെ സാന്നിധ്യം അവരാഗ്രഹിക്കും. അങ്ങനെ ഒരു സർക്കാരിന്റെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടായോ? സപ്ലൈകോ തകർന്നു. സപ്ലൈകോയ്ക്ക് മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്നില്ല. കോടികളാണ് കൊടുക്കാനുള്ളത്. 12 മാസമായി ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം വിലക്കയറ്റത്തിൽ. ആ വിലക്കയറ്റം താഴെ കൊണ്ടുവരാൻ എന്ത് നടപടിയെടുത്തു? ഗവൺമെന്റ് നിസ്സംഗരാണ്. പ്രചരണം മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്, വ്യാപകമായ പ്രചരണമാണ്. കോടാനുകോടി രൂപ ഞാനും നിങ്ങളും നികുതി അടയ്ക്കുന്ന പണത്തിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെയുള്ള പ്രചരണമായിരുന്നു. കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് മാധ്യമങ്ങളിൽ മാത്രമല്ല, അല്ലാതെയുള്ള പ്രചരണമാണ്. ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഗവൺമെന്റ് നടത്തിയത്. മുഴുവൻ കള്ളപ്രചരണങ്ങളാണ്. 1,10,000 കോടി രൂപ കിഫ്ബിക്ക് ചെലവാക്കിയെന്നാണ് കള്ളപ്രചരണം. 38,000 കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. അതിന് 30,000 കോടി രൂപ നികുതി വരുമാനത്തിൽ നിന്ന് എടുത്താണ് ചെലവാക്കിയിരിക്കുന്നത്. എന്താ വ്യത്യാസം? ബാക്കി 8,000 കോടി രൂപ കടമെടുത്തിരിക്കുകയാണ്. ആ കടവും കടമെടുപ്പിന്റെ പരിധിയിൽ വരും. അതിപ്പോ ഈ കിഫ്ബി ഇല്ലായിരുന്നെങ്കിലും ഈ 30,000 കോടി രൂപ നികുതിയിൽ നിന്ന് PWDക്കും ഇറിഗേഷനും ഒക്കെ ചെലവാക്കാമായിരുന്നു. എന്ത് വ്യത്യാസമാണ്? 1,10,000 കോടി രൂപ എന്ന് കള്ളം പറഞ്ഞിരിക്കുകയാണ്. ആകെ ചെലവാക്കിയിരിക്കുന്നത് 2018 വന്നാണ് കിഫ്ബി. എന്നിട്ട് നുണപ്രചരണമാണ്. പിന്നെ പറഞ്ഞിരിക്കുകയാണ് 10 വർഷത്തേക്ക് അന്നം കൊടുത്തു, ഔദാര്യ റേഷൻ കൊടുത്തു. ഏതെങ്കിലും ഗവൺമെന്റ് റേഷൻ മുടക്കിയിട്ടുണ്ടോ കേരളത്തിൽ? ഇവര് ഭരണം കേട്ടാൽ 10 കൊല്ലമായിട്ട് റേഷൻ മുടങ്ങാത്ത ആദ്യത്തെ സർക്കാരാണിതെന്ന് തോന്നുന്നു. റേഷൻ കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ കൊണ്ടുവന്ന സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് ആണ്. കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത്. കോൺഗ്രസ് സർക്കാരാണ് നടപ്പാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുവിതരണ സമ്പ്രദായമുള്ള സംസ്ഥാനം കേരളമാണ്. അച്യുതാനന്ദൻ ഭരിച്ചിരുന്നപ്പോഴും റേഷൻ മുടങ്ങിയിട്ടില്ല. ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴും AK ആന്റണി ഭരിച്ചപ്പോഴും അച്യുതമേനോൻ ഭരിച്ചപ്പോഴും ഒന്നും ഇവിടെ റേഷൻ മുടങ്ങിയിട്ടില്ല. പുതിയ അവകാശവാദമാണ്. ഫ്ലെക്സിൽ എഴുതി വെച്ചേക്കാണ്. കേരളം മുഴുവൻ 10 കൊല്ലം അന്നം തന്നു. ഇവര് ഔദാര്യമല്ല അന്നം കൊടുത്തത്. ഇതുപോലത്തെ കള്ളപ്രചരണമാണ്. റേഷൻ എന്നാ മുടങ്ങിയിട്ടുള്ളത്? ഒരു കാലത്തും മുടങ്ങിയിട്ടില്ല. ഞാൻ എല്ലാം പറയുന്നില്ല. ഇതുപോലെ വ്യാപകമായ കള്ളപ്രചരണം നടത്തി ഗവൺമെന്റിന്റെ തെറ്റായ കാര്യങ്ങൾ ഇപ്പോ കണ്ടില്ലേ? തിരുവനന്തപുരത്ത് ബന്ധുക്കൾ പരാതി പറയാണ്. അവിടെ തീപിടുത്തം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് 5 പേര് മരിച്ചതെന്ന്. എനിക്കറിയില്ല സത്യാവസ്ഥ. പക്ഷെ ഗൌരവതരമായ അന്വേഷണം നടത്തണം. മരിച്ചുപോയവരുടെ ബന്ധുക്കൾ പരാതി പറഞ്ഞിരിക്കുകയാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. നമ്മൾ അത് പറയുമ്പോൾ ജനങ്ങള് പറയാണ് വെന്റിലേറ്ററിലല്ല മോർച്ചറിയിലാണെന്ന് പറയാണ്. അതേ സ്ഥിതിയിൽ ആരോഗ്യ കേരളത്തെ മാറ്റി. എല്ലാ രംഗത്തും തികഞ്ഞ പരാജയമാണ്. മുഖ്യമന്ത്രി എന്നിട്ട് PR പ്രവർത്തനം കൊണ്ട് മേനി നടിക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി. അത് ഞങ്ങൾ പൊളിച്ചു കാട്ടി തെരഞ്ഞെടുപ്പിൽ, ഒരു സംശയം വേണ്ട. തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തവരെ ചേർത്ത് നിർത്തും. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാണ്. പലരും അർഹരാണ്. സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതിൽ പല പരിഗണനകളും വേണ്ടിവരും. അത്തരം സാഹചര്യങ്ങളിലാണ് ചിലരെയെങ്കിലും മാറ്റി നിർത്തേണ്ടി വന്നത്. എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ടു പോകുമെന്നും വി.ഡി. സതീശൻ അറിയിച്ചു. കോൺഗ്രസ് പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞുപോയതിൽ വിഷമമുണ്ട്. കൂടുതൽ പേർ പരിഗണിക്കപ്പെടേണ്ടിയിരുന്നു. നിർഭാഗ്യവശാൽ സാധിച്ചില്ലെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. കോൺഗ്രസ് നേതാക്കളുടെ പടം വെച്ച് പോസ്റ്റർ അടിച്ചതിൽ തെറ്റില്ല. കോൺഗ്രസിന് വലിയ ടീമുണ്ട്.
മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രശ്നങ്ങളില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.